രാവിലെ എണ്ണീറ്റപ്പോ തന്നെ ആദ്യത്തെ പരിപാടി എന്താ ഈ ഒരു എലിയുടെ ശവസംസ്കാരം 5-6 ദിവസമായിട്ട് ഈ എലിന്റെ മോനെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. അവസാനം 10 വെച്ച് അങ്ങ് പിടിച്ചു, എന്നിട്ട് ബക്കറ്റ് വെള്ളം പിടിച്ച് മുക്കി ഒരു കുഴിയെടുത്ത് ഇതിനെ കുഴിച്ചിട്ടാൽ മാത്രം അങ്ങനെ അതും സെറ്റ്. കുഴിയൊക്കെ എടുത്ത് എലിനെ അതിന്റെ അതിലിട്ട് ചെറ്റളങ്ങനെ അമ്പലത്തിന് അടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു കല്യാണത്തിന്റെ കാറ്ററിംഗ് സർവീസ് ഇതിന് പോകാൻ വേണ്ടിട്ട് എന്നെ വിളിച്ച് എന്റെ ഫ്രണ്ട് അമൽകൃഷ്ണനെ നോക്കി നിൽക്കുകയാണ്. നിൽക്കുമ്പോഴാണ് ഈ പുള്ളിക്കാരനാണെങ്കിൽ ഒരുപാട് പട്ടിയെ കൊണ്ട് അങ്ങോട്ട് പോകണം. പുള്ളിന്റെ ഓജസ് ഉണ്ടല്ലോ ഒരു കൂട്ടം പടയാളികളെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു നേതാവിനെ പോലെ തന്നെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴും നമ്മൾ കിണ്ണനെ പോയി പൊക്കി 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് 9:15 ആയപ്പോഴും നമ്മളാണെങ്കിൽ ഓഡിറ്റോറിയത്തിൽ ആക്ച്വലി 8:30 വരാനാണ് എല്ലാവരോടും പറഞ്ഞിരുന്നത്. കാരണം എന്താ വെച്ചാൽ 8:30 എന്ന് പറഞ്ഞാൽ 9:30 ആകുമ്പോഴത്തേനെങ്കിലും എല്ലാവരും വരും. ഇവന്മാർ രണ്ടുപേരും ഞങ്ങളെക്കാളും മുന്നേ വന്നു. എല്ലാവരും ചുമ്മാ ഫോണിലൊക്കെ കുത്തി കഥയൊക്കെ പറഞ്ഞോണ്ടിരിക്കും. ഇവന്മാരൊക്കെ വരുന്നില്ല 9:30 കഴിഞ്ഞു. ആദ്യത്തെ പണി എന്ന് വെച്ചാൽ ഈ വാഴയിലെ സൈസിന് വെട്ടുക എന്നുള്ളത്. ഇങ്ങനെ ഇരട്ടിപ്പണി കാണിക്കേണ്ട എന്താ ആവശ്യമാണെന്ന് അറിയില്ല. അതിന് വെട്ടുമ്പോൾ തന്നെ ഒരേ സൈസിലും വെട്ടിയാ പോരെ. അതൊരു മെനക്കേടാണ് മേ ബി. അതുകൊണ്ട് എല്ലാം പിടിച്ച് ഒരുമിച്ചൊക്കെ വെച്ച് കിണ്ണനാണെങ്കിൽ വെട്ടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ പുള്ളിക്കാരൻ ചെയ്യുന്ന പണിയാണ് QA അല്ലെങ്കിൽ ക്വാളിറ്റി അഷ്വറൻസ്. എല്ലാം പാകത്തിനാണെന്ന് നോക്കുകയാണ്. ഞാനും കിണ്ണനും കൂടെ നിമിഷം നേരം കൊണ്ട് വാഴയിലെല്ലാം വെട്ടിട്ട് അപ്പോഴാണ് നമ്മുടെ മെയിൻ സാധനം ഇവിടെ തിളച്ചോണ്ടിരിക്കുന്നുണ്ട് സേമിയ പായസം. ഇതിനിടയിൽ ഒരു കിൻഡൽ ജേഴ്സി ഒക്കെ വന്നു എല്ലാവർക്കും ഇടാൻ വേണ്ടി. ഇതിനിടയ്ക്കൊന്നും എന്റെ സൈസ് ആയിട്ടുള്ള സ്മോളും മീഡിയം കിട്ടുകയെന്ന് വെച്ചാൽ ഇടുക്കിയിൽ ഒരുമാതിരി 4G കിട്ടുന്നത് എപ്പോഴും കിട്ടിയാലായി. കട്ടപ്പനെ വന്ന് റേഞ്ച് എടുക്കുന്ന പോലെ ആദ്യമേ എന്ന് പരിധി കൊണ്ടാണെങ്കിൽ എനിക്ക് ഒരു മീഡിയം കിട്ടും. അപ്പോഴാണ് അവിടെ സ്ക്വാഷ് കിടക്കുന്നത് കണ്ടത്. ആൾക്കാർക്കൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് ഞാനാണെങ്കിൽ ഒരെണ്ണം എടുത്തു. അത് പിന്നെ പതിവാണല്ലോ 2 ഫ്ലേവറും ഓറഞ്ച് ഒരു കാശിന് കൊള്ളില്ല. സർക്കാർ ഉപ്പേരിയൊക്കെ കണ്ടപ്പോൾ അറിയാണ്ട് കൈ അതിലേക്കും അപ്പോഴാണ് ഒരു ചേട്ടൻ കൊണ്ടൊന്ന് ക്യാപ്പ് എല്ലാവർക്കും തരുന്നത്. ഇത് വിടർത്തുമ്പോ ഇങ്ങനെ ആകും. ചുമ്മാ എടുത്ത് തല വെച്ചാൽ മതി. ഒരു സൈഡിൽ നിന്ന് കറിയൊക്കെ പകരാനൊക്കെ തുടങ്ങി. ഞങ്ങൾ ആ സമയത്ത് റോളൊക്കെ വിരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഉപ്പേരി ശർക്കരയൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചാൽ എങ്ങനെയാ തിന്നാതിരിക്കുക. കണ്ടപ്പോ കൈ വീണ്ടും അങ്ങോട്ടേക്ക് തൊടുകറിയെല്ലാം ടേബിളേക്ക് കയറാനായിട്ട് റെഡിയാക്കി വെച്ചു. തൊട്ടപ്പുറത്ത് ഒഴിച്ചു കൂട്ടാനും എല്ലാം സെറ്റ് ചെയ്തു. ആദ്യം എനിക്ക് വിളമ്പാൻ കിട്ടിയത് ഈ മുളക് പച്ചടി. ഒത്തിരി ടാസ്ക് ആണ്. അല്ലെങ്കിൽ ഈ മുളകും അതെല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും അടുക്കളയിൽ സേമിയ റെഡി ആയിട്ടുണ്ട്. നോക്കിയില്ല എടുത്തു ഒരു ഗ്ലാസ് കൂടി. ഇതാണ് ഇന്നത്തെ നല്ല വിഭവസമൃദ്ധമായ സദ്യ വിത്ത് 2 പായസം. ചോറങ്ങോട്ട് തുറക്കണ താമസം ഒരുമാതിരി ചക്കച്ചോള ലീച്ച വന്നിരിക്കുന്ന പോലെ ഒക്കെപ്പാട് ആൾക്കാർ വന്ന് അങ്ങനെ വിളമ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. അവിടെ ഉണ്ടായിരുന്ന കുപ്പിയും പാട്ടും എല്ലാം പിറക്കി നിറച്ച് സാധനങ്ങൾ കുത്തിക്കി കിണ്ണനെ കൊണ്ട് വീട്ടിൽ വിട്ട് ടാറ്റ ബൈ ബൈ പറഞ്ഞു. എന്റെ സച്ചുവിന്റെ തലമുടിയിൽ എന്താണ്ടൊക്കെയോ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയ സാധനമൊക്കെ ഉണ്ടാക്കാൻ നോക്കിയാണ് അപ്പുറത്തെ ആര്. അമ്മയാണെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള കടുമാങ്ങ കിട്ടിയതിനെ സന്തോഷം. അച്ഛനാണ് ടിവിയിൽ 2 കൺട്രീസും കണ്ടോണ്ടിരിക്കുന്നത്. എനിക്ക് അവളെ ഓജസ്സും തേജസ്സുള്ള ഭാര്യയായിട്ട് തിരിച്ചു വേണം. നീ വെള്ളം ഇറങ്ങാതെ ചാവോളാം. കഴിഞ്ഞപ്പോ അച്ഛനെ കൊണ്ട് മുടി വെട്ടാനായിട്ട് ബാർബർ ഷോപ്പിലൊക്കെ പോയി. തിരിച്ചു വന്നിട്ട് ഞാനാണെങ്കിൽ ഓച്ചറ വരെ ഒന്ന് പോകാനായിട്ട് റെഡി ഒക്കെ എടുത്ത് ചെറുതായിട്ട് മഴക്കോലുണ്ട് അഥവാ പെയ്താലെന്ന് കരുതി. ഞാൻ പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേന് അപ്പുറത്തുനിന്ന് പെങ്ങടെ ഉരിപ്പ് ചേട്ടന്റെ കയ്യിലിരുന്ന് എനിക്ക് ടാറ്റയൊക്കെ പോകുന്ന വഴിക്ക് ഈ ഒരു ട്രക്ക് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തേക്കുന്ന കണ്ടിട്ട് കുറച്ച് കൗതുകം തോന്നി. ഞാൻ ഓച്ചറയെ പോകുന്നതെന്ന് വെച്ചാൽ എന്റെ കൂടെ നേരത്തെ അലൻസോളിൽ വർക്ക് ചെയ്തിരുന്ന ലാവണ്യയുടെ വീടിന്റെ പ്രവാസത്തോലെ പോകുന്ന വഴിക്ക് ഒരിടത്താണെങ്കിൽ എന്റെ അസിസ്റ്റന്റ് മാനേജർ പുള്ളി ഓൾറെഡി അവിടെ വീട്ടിൽ പോയിട്ട് വന്നതാണ്. ആദ്യമേ പോയി പുള്ളിനെ ഒന്ന് കാണണം, എന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അതായിട്ടൊരു മഴവിലൊക്കെ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ഒരു ആക്സിഡന്റും കണ്ടു. ബ്രേക്ക് പെട്ടെന്ന് പിടിച്ചപ്പോൾ മോന്റെ V4 തെന്നി വീണാണ്. ലൊക്കേഷൻ നോക്കി പോയി എന്റെ നേരത്തെ ഏസമായിട്ടുള്ള അഭിച്ചനും പുള്ളിയുടെ ടീമും ഉണ്ടായിരുന്ന സ്ഥലം ഞാൻ കണ്ടു. ആദ്യം അൺഎക്സ്പെക്ടഡ് ആയിട്ട് വീഡിയോ എടുത്തപ്പോൾ കൊള്ളൂല എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് നിർബന്ധിച്ച് നല്ലതായിട്ട് വീഡിയോ എടുക്കും. എന്താ ആക്ടിങ് ഒറിജിനൽ ആണെന്ന് തോന്നത്തേ ഇല്ല, അത്രയ്ക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട്. അങ്ങനെ അവിടെ ഞാൻ ബേരോസ്തോലി നടക്കുന്ന വീട്ടിലേക്ക് പോയി. ചേട്ടന്മാർക്ക് വഴി അറിയാവുന്നതുകൊണ്ട് കാര്യം. അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ ചെന്ന് വീടൊക്കെ കയറി കണ്ട് അവളെ കണ്ട് പരിപാടിയായിട്ടുള്ള ഫുഡ് അടിയും കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയി. ഓക്കെ ബൈ, ബാക്കി നാളെ.